എന്നാൽ അടുത്ത കാലത്ത് വളരെ വിചിത്രമായ ചില പേരുകൾ നമ്മുടെ സാമൂഹ്യ ചർച്ചകളിൽ രൂപപ്പെട്ടു. അതിലൊന്ന് ലോഹയിട്ട തീവ്രവാദികൾ എന്നൊരു പദമായിരുന്നു. ഞാനൊരു ബൈബിൾ പ്രഭാഷകനാണ്, അതുകൊണ്ട് ഞാൻ ബൈബിൾ മെന്തിയാണ് വന്നിട്ടുള്ളത്. ബൈബിൾ കയ്യിലെന്തിയ തീവ്രവാദി എന്ന് നാളെ ഒരു പേര് വന്നാലും അഭിമാന പുരസ്സരം ചില വസ്തുതകൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലോടാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നത്. അതേക്കുറിച്ച് കേരള സമൂഹം പൊതുവിലും ദേശീയ പ്രാധാന്യമർഹിക്കുന്നൊരു നിലയിലേക്ക് ഇന്ത്യ മുഴുവൻ തന്നെ ഈ ചർച്ച ഇന്നെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യധാര ചർച്ചകളിലൊക്കെ ഈ വിഷയം വരുമ്പോഴും ഇത് ബോധപൂർവം പൊതുജന സമൂഹത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അത്യധികം നമ്മുടെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഈ മുനമ്പം പ്രശ്നത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് പ്രതികൂട്ടം നിർത്തുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജനെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തന്നെയാണ്. കാരണം അവരാണ് പറയേണ്ടത് ഈ മുനമ്പം ഭൂമിയുടെ അധികാരികളാരാണ്, അവകാശികളാരാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിനെ കുറിച്ചും ഒന്ന് പറയാനുണ്ട്. നമ്മളെ നാട്ടിൽ ആർക്കും തടസ്സമില്ലാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ തർക്കവും സംവാദവും ഒന്നും നടക്കാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് MLA-മാരുടെ ശമ്പളം സംബന്ധിച്ചാണ്. അതിനെതിരെ ആരും വോക്കൗട്ട് നടത്തി കണ്ടിട്ടില്ല. അതിനെതിരെ ഒരു MLA-യും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ ഏകപക്ഷീയമായി ഏറ്റെടുക്കുന്നു. അവർ ഒന്നിച്ച് കൂട്ടുകൊടുക്കുന്നു. ഇത് അവരുടെ സ്വകാര്യമായ ഒരു ആവശ്യമായിട്ട് നമുക്ക് വിട്ടേക്കാം. പക്ഷേ രണ്ടാമതായിട്ട് ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം അധികാരമോ അവകാശമോ വരുന്ന തരത്തിലെ ചർച്ചകൾ വരുമ്പോഴേക്ക് നമ്മുടെ ആളുകൾ പെട്ടെന്ന് മതേതരവാദികളാകുന്നു. ആ തിന്മ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് ഒരു മാനുഷികമായ പരിഗണന കാണിക്കണം. ഓക്കെ, വഖഫിന്റെ ഏത് നിയമത്തിലാണോ ഈ മാനുഷിക പരിഗണന ഈ 613 കുടുംബത്തോട് കാണിക്കാൻ? നിയമം നിങ്ങൾ തെറ്റിക്കരുത്. നോക്കണം, നികുതി അടച്ച് സ്വന്തം പേരിൽ കരമടച്ച് കാര്യങ്ങൾ കൊണ്ടു നടന്ന് വർഷാവർഷങ്ങളായി ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാനുഷിക പരിഗണന, അത്തരം സൗജന്യങ്ങളൊന്നും ദയവേത് ഓഫർ ചെയ്യരുത്. കാരണം ആ സൗജന്യങ്ങളല്ല, ഇത് നമ്മുടെ അവകാശമാണ്. അവകാശബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെന്തോ സൗജന്യം തരുന്നു എന്ന നിലയിൽ ഇത്തരം പ്രതിവാദനങ്ങളിൽ നിന്ന് ഇത്തരം തങ്ങൾമാർ പിന്മാറുകയാണ് വേണ്ടത് എന്ന് ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല. ഇത് ഈ വഖഫ് എന്ന് പറയുന്നത് ഞങ്ങൾ വഖഫ് വിരുദ്ധരൊന്നുമല്ല. ഈ വഖഫും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒരു മതത്തിൻ്റെ അവകാശങ്ങളാണെങ്കിൽ അത് മതത്തിൻ്റെ സ്വകാര്യതയിൽ ചെയ്യേണ്ടതാണ്. ആ മതത്തിൻ്റെ സ്വന്തം ആശയങ്ങളിലോ സ്വന്തം ആളുകളുടെ ഇടപാടുകളിലോ ആ ലോകത്ത് ചെയ്യേണ്ട, അത് ക്രൈസ്തവരായിരുന്നാലും ഹൈന്ദവരായിരുന്നാലും തങ്ങൾക്കുള്ള സ്വകാര്യ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വഖഫ് അവകാശങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ഇത്തരത്തിൽ അള്ളാഹുവിനുള്ളതാണെങ്കിൽ എല്ലാം വഖഫല്ലേ? പ്രത്യേകിച്ചൊരു വഖഫുണ്ടോ? എല്ലാവരും വഖഫാണെന്ന് പറഞ്ഞാൽ ആത്മീയമായൊരു സന്തോഷം അതിൽ കണ്ടെത്തി മുമ്പോട്ട് പോകാനാണ് സാധിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ കാണണം. ബഹുമാനപ്പെട്ട മുസ്ലിം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. മുസ്ലിം സംഘടനകൾ, ഈ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് വഖഫല്ല എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇത് വഖഫല്ല എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പറയുമ്പോഴും ഈ മുസ്ലിം ലീഗിലെ പ്രമുഖനായ ഒരു നേതാവ് ഈ വഖഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ബോർഡിലെ ഒരു അംഗമാണ്. നമ്മൾ അറിയുന്നത് പോലെ അദ്ദേഹമാണ് ഈ ചർച്ചകളിലെല്ലാം വന്ന് പങ്കെടുക്കുന്നത്. മാറാട് കലാപത്തിലൊക്കെ ചരിത്രപരമായി ഒട്ടേറെ പങ്കുവഹിച്ച ഒരു മാന്യദേഹമാണ്. അദ്ദേഹം പറഞ്ഞ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാളെ നിങ്ങൾ ഇത്തരം ഒരു മനുഷ്യരോട് പോയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്കൊരു 5 സെന്റ് ഭൂമി വാങ്ങണം, നിങ്ങൾ മുനമ്പത്ത് നിന്ന് കുടിയിറക്കുന്നത് സങ്കല്പിക്കുക. അത് സങ്കല്പിച്ചാൽ മാത്രം മതി, ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ കുടിയിറക്കുമ്പോൾ സർക്കാർ തരുന്ന കുറേ പണമുണ്ട്. ഈ പണം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കെട്ടിടം വിലയ്ക്ക് വാങ്ങി. പക്ഷെ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇത് അള്ളാഹുവിന് നേർന്നു പോയോ എന്ന് കരാറിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഇത് വാങ്ങാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ സംഭവം. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന അവകാശവാദം. ഇത് കേട്ടാൽ വളരെ നിരുപാധികമായ നിഷ്കളങ്കമായ ഒരു താല്പര്യമായി പെട്ടെന്ന് വ്യാഖ്യാനിച്ചു കളയും. ഒരു പരിധിവരെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ച ഒരു അപജയം കൂടിയാണിത്.